മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കാണുന്ന ഈ ചെടി മരച്ചീര അല്ലെങ്കിൽ മെക്സിക്കൻ ചീര അല്ലെങ്കിൽ ചായ മൻസ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വളരെയധികം ഔഷധ മൂല്യങ്ങൾ നിറഞ്ഞ ഒരു ചീരയാണ്. ചീര പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്കറിയാണ് ഈ കാണുന്ന മരച്ചീര. നിരവധി മാറാരോഗങ്ങൾക്ക് ഒരു പച്ചമരുന്ന് കൂടിയാണ് ഈ മരച്ചീര. വെരിക്കോസ് വെയിന്, ശ്വാസകോശ രോഗങ്ങൾ, വിളർച്ച, വാതരോഗങ്ങൾ, ഓർമ്മക്കുറവ്, ചുമ, ദഹനക്കുറവ്, എല്ല്, പല്ല് എന്നിവയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ, പ്രഷർ, മൂത്രാശയക്കല്ല്, മൂലക്കുരു തുടങ്ങി നിരവധി രോഗങ്ങൾ മാറാനും വരാതിരിക്കാനും ഈ പച്ചമരുന്നിന് സാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ കപ്പ അഥവാ മരച്ചീനിയുടെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ ചായമൻസ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇല ഇട്ട് ചായ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ചില രോഗങ്ങൾ വരാതിരിക്കാനും വന്ന രോഗങ്ങൾ മാറാനും ഉപയോഗപ്പെടുന്നു. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം ഇതിന് ചായമൻസ എന്ന പേര് വന്നിട്ടുള്ളതെന്ന് നമുക്ക് വിശ്വസിക്കാം. പാല്, ഇറച്ചി, മുട്ട തുടങ്ങിയ വില കൂടിയ ഭക്ഷണപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള എല്ലാ പോഷകാംശങ്ങളും ഈ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. നല്ല ഉയരത്തിലാണ് ഈ ചെടി വളരുന്നത്, വലിയ ഉയരത്തിൽ വളരും. എന്നാൽ നമ്മളത് വെട്ടി ചെറുതാക്കി നിർത്തേണ്ടതാണ്. കാരണം ഇതിൻ്റെ തളിരിലയാണ് നമുക്ക് ഭക്ഷണമായിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ശിഖരങ്ങൾ മുറിച്ച് മണ്ടയൊക്കെ മുറിച്ച് നമുക്ക് ഇല എടുക്കത്തക്ക രീതിയിൽ ചെറുതാക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ കമ്പുകൾ, നമ്മൾ മരച്ചീനിയുടെ കമ്പ് നടുന്നതിൻ്റെ കൂട്ട് തന്നെ ഇതിൻ്റെ കമ്പുകൾ മുറിച്ചാണ് പുതിയ വിത്തുകൾ നമ്മൾ കിളിർപ്പിക്കുന്നത്. കപ്പയുടെ തണ്ട്, മരച്ചീനിയുടെ തണ്ട് നടന്ന അതേ രീതി തന്നെ വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത മരച്ചീര കമ്പ് നട്ട് 6ാമത്തെ മാസം മുതൽ തന്നെ നമുക്ക് ഇതിൽ നിന്നും ആദായം എടുക്കാവുന്നതാണ്. അപ്പം ഇത് നട്ട് വളർന്ന് 6 മാസം കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആകെയുള്ള ഇലകളുടെ 50% ഇലകൾ നമുക്ക് ഭക്ഷണത്തിനായിട്ട് എടുക്കാം. ബാക്കിയുള്ളത് ഈ ചെടിയിൽ തന്നെ നിർത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ ചെടിക്ക് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഈ ചായമൻസയുടെ ഇലകൾ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഒട്ടനവധിയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രക്തചംക്രമണം വളരെ നല്ല രീതിയിൽ നടക്കും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിൽ ഈ രക്തചംക്രമണം നല്ല രീതിയിലാവണം. അപ്പോൾ അതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ദഹനശക്തി ഉണ്ടാകും, ഓർമ്മശക്തി വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് കാഴ്ച മിക്ക മനുഷ്യരുടെ ഒരു പ്രശ്നമാണ് കണ്ണുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ. കാഴ്ചശക്തി വർദ്ധിക്കുകയും നേത്രരോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാനും ഈ ചായമൻസ അല്ലെങ്കിൽ മരച്ചീരയ്ക്ക് സാധിക്കുമെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ല ബലം കിട്ടും. അതുപോലെ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, ഇന്ന് മിക്ക ആളുകളിലും കാണുന്നുണ്ട്. അത് ചികിത്സിക്കാൻ ഭീമമായ ചിലവാണ് വേണ്ടി വരുന്നത്. രക്തം കുത്തിയെടുത്ത് കളയുക, ശസ്ത്രക്രിയ നടത്തുക എന്നൊക്കെയാണ് ഇതിന് സാധാരണഗതിയിൽ മെക്സിക്കൻ ചീര കൊണ്ട് അത് മാറ്റിയെടുക്കാം. അപ്പോൾ പണച്ചിലവില്ലാതെ തന്നെ നമുക്ക് ഈ മെക്സിക്കൻ ചീര കഴിച്ചുകൊണ്ട് ഈ ഞരമ്പ് വീക്കം എന്ന് പറയുന്ന ഈ രോഗത്തെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പം ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കഴിക്കുന്നവർക്ക് മാത്രമേ ഈ രോഗങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ. അതുപോലെ വാതരോഗങ്ങൾ മാറാൻ ഈ മെക്സിക്കൻ ചീര അല്ലെങ്കിൽ ചായമൻസ ഏറ്റവും നല്ല ഒരു സംഗതിയാണ്. അതുപോലെ പൊണ്ണത്തടി, ഇന്ന് മിക്കവാറും ഉള്ള ആളുകളുടെ എല്ലാം ഒരു വിഷയമാണ് പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടി പല വ്യായാമങ്ങളും അതുപോലെ തന്നെ മരുന്നുകളും നിത്യേനയുള്ള നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫലപ്രദമായി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ കൊഴുപ്പിനെ അലിയിച്ച് കളയാനും അതുപോലെ തന്നെ ശരീരം ശുദ്ധിയാക്കി പൊണ്ണത്തടി കുറയ്ക്കാനും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഈ മെക്സിക്കൻ ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. അതുപോലെ തന്നെ ശ്വാസതടസ്സം മാറാനും വിളർച്ച മാറാനും കിഡ്നി സ്റ്റോണൊക്കെ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ്. ഭീമമായ ആശുപത്രി ചിലവാണ്. കിഡ്നി സ്റ്റോൺ മാറാൻ വളരെ ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണ് ഈ ചായമൻസ. എല്ലാ തരത്തിലുള്ള വാതരോഗങ്ങൾക്കും ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്.
ഇത് മെക്സിക്കയിൽ നിന്നും വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം മെക്സിക്കൻ ചീര എന്ന് ഈ ചീരയെ വിളിക്കുന്നത്. മരച്ചീനിയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യമായതിനാൽ മരച്ചീനിയിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഊറ്റ അഥവാ കട്ട് ഈ ഇലയ്ക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പാചകം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പാചകം ചെയ്യുന്നത് മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുകയും ഇത് പാചകം ചെയ്യുമ്പോൾ അടച്ചു വയ്ക്കാതെ തുറന്ന് വെച്ച് പാചകം ചെയ്യുകയും വേണം. അതുപോലെ മിനിമം ഒരു 20 മിനിറ്റെങ്കിലും വെന്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഭക്ഷണമായിട്ട് കഴിക്കാവൂ. അപ്പം തോരനായിട്ടും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ രാസവസ്തു ഒരു പാർശ്വഫലം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകത്തില്ല. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, ഇതിൻ്റെ ഇല പറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ മരച്ചീനിയുടെയൊക്കെ കറ പോലെ തന്നെ ഒരു വെളുത്ത കറ ഉണ്ടാവും. അപ്പോൾ ഈ വെളുത്ത കറ ചിലരുടെ ശരീരത്തിൽ ചൊറിച്ചിലുമൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇല പറിച്ചെടുക്കുമ്പോൾ ഈ ഇതിൻ്റെ കറ നമ്മുടെ ശരീരത്തിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഇല ഉപയോഗിച്ച് ചായ ഉണ്ടാക്കുന്ന ഒരു രീതിയും കൂടെ നമുക്ക് വിവരിക്കാം. ഇതിൻ്റെ ഏതാനും ഇലകൾ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിയണം. അതിനുശേഷം 4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇത് അടപ്പിലിട്ട് അത് 1 ഗ്ലാസ് പറ്റി 3 ഗ്ലാസ് ആക്കണം. ആവുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞൊഴിച്ച് ഒരു നുള്ള് ഉപ്പൂടെ ചേർത്ത് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അങ്ങനെ ചായ ദിവസവും നമുക്കിതിൻ്റെ ചായ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ മേൽപ്പറഞ്ഞ രോഗങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരമാകും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ചായയ്ക്ക് ഇതിൻ്റെ സൂപ്പെന്നും പറയും, അതായത് മരച്ചീര സൂപ്പെന്നും പറയും. പിന്നെ തോരൻ വയ്ക്കുന്നത് ഈ മറ്റുള്ള ചീരയുടെ കൂട്ട് തന്നെ ഇതിൻ്റെ ഇല ചെറുതായി അരിഞ്ഞ് മുട്ട ചേർത്തും നമുക്ക് തോരൻ വെക്കാം. അത് വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇത്തരം തോരനൊക്കെ ഉപയോഗിച്ചെങ്കിലേ ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാകാതിരിക്കത്തുള്ളൂ, രോഗങ്ങൾ മാറത്തുള്ളൂ. എല്ലാവരും ഇന്ന് പരിശോധിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു വരമാണ് ഈ മെക്സിക്കൻ ചീര. ഇലഞ്ഞൂർ ബ്ലൂവിൻ്റെ പ്രേക്ഷകർ ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും അറിവ് ശേഖരിക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.